വിശേഷത്തിന്റെ വിശേഷങ്ങളുമായി ചിന്നു ചാന്ദിനി ആൻഡ് ആനന്ദ് മധുസൂദനൻ. ചേട്ടന്റെ മുഖം നിറച്ച് നിഷ്കളങ്കതയാ. ഒരു മാലാഖയാണ് ഞാനെന്ന് സങ്കല്പിക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. മലയാളത്തിന്റെ പുതിയ താരോദയം മാലാഖ റിബൽ സ്റ്റാർ. വിശേഷ സിനിമ പറയണ പോലെ എല്ലാവരോടും കല്യാണം കഴിഞ്ഞ് വിശേഷമായില്ലേ എന്ന് ചോദിക്കില്ലേ. അപ്പൊ ഞാനൊരു ഇന്റർവ്യൂവില് അവരോട് ചോദിച്ചു, നാട്ടുകാരൊക്കെ ചോദിക്കുന്നില്ലേ വിശേഷമൊക്കെ ആയില്ലേ എന്ന്. പിന്നെ ഒരു 5-6 മാസത്തേക്ക് എനിക്ക് എയറിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഈ ആഴ്ച എന്താന്ന് മാത്രമേ കാര്യമുള്ളൂ. ഇപ്പൊ ചിന്നുവിനെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല, കാരണം കുറെ സിനിമകളിൽ പ്രൂവ് ചെയ്തിരിക്കുന്ന ആളാണ്. ചേട്ടൻ ഈ സിനിമയിൽ തന്നെ അങ്ങ് പ്രൂവ് ചെയ്തു. വീണൊക്കെ നമ്മുടെ പടം ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അല്ല, എനിക്ക് സത്യമായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ ആയതുകൊണ്ടാണ്. സാധാരണ വിളിച്ചു വരുത്തി അപമാനിച്ചു. വീണയുടെ ഇന്റർവ്യൂ കുറച്ചെങ്കിലും സീരിയസ് ആവുന്നത് ഇപ്പോഴേക്കാണ്. ഭയങ്കര ഡയലോഗുകളൊക്കെ എടുത്തു വെച്ച് ആ ഡയലോഗ് ഉണ്ടല്ലോ ചേട്ടാ അതെവിടെ കിട്ടി, ഈ ഡയലോഗ് ഉണ്ടല്ലോ ചേട്ടാ എവിടെ കിട്ടി. എല്ലാ സ്ത്രീകളിലും ഒരു മദർഹുഡ് ഉണ്ട്. ഞാൻ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് നടക്കാറുള്ള ഒരാളായിരുന്നു. കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവണല്ലേ, അല്ലെങ്കിൽ കുട്ടി ഉണ്ടാവാൻ ഇത്രയ്ക്ക് പാടാണല്ലേ, ഇങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണർന്നു. പിന്നീട് മനസ്സിൽ കൂടെ പോയോ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കുട്ടി വേണമെന്നോ? അല്ല, അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് മതി കേട്ടോ. അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? ഈ ഒരു മാതൃത്വ ഫീലിങ്സിന് എന്തെങ്കിലും ഒന്ന് ഇളകിയോ? ഷോയിൽ എത്തിയിരിക്കുന്നു. ഫസ്റ്റ് നൈറ്റിന്റെ 2 കാലുകൾ കാണിക്കുന്നു, പുറത്ത് പടക്കം പൊട്ടും. കുട്ടികൾ നോക്കുന്നത് ഈ പരിപാടി ചെയ്യാൻ പാടുപെട്ടത് ഈ പറയുന്ന ഫസ്റ്റ് നൈറ്റ് സീക്വൻസ് ആണ്. ചിലർക്ക് ചിലപ്പോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇത് എന്ത് ക്രിഞ്ചാണെന്ന് ചിലപ്പോ തോന്നിയേക്കാം. പക്ഷേ ഇതിനൊക്കെ തോന്നിയോ? ഇല്ല, എനിക്ക് തോന്നിയില്ല, സത്യമായിട്ടില്ല. കാരണം ഞാൻ ഇതിന്റെ മറ്റേത് വിശേഷം എനിക്കൊരു നല്ല വിശേഷമായിരുന്നു. അതെ, തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നിങ്ങളുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു സിനിമ അല്ലേ. വിശേഷത്തിന്റെ വിശേഷങ്ങളുമായി ചിന്നു ചാന്ദിനി ആൻഡ് ആനന്ദ് മധുസൂദനൻ. വെൽക്കം ടു ദ ഷോ. ചേട്ടാ, ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. ചേട്ടന്റെ മുഖം നിറച്ച് നിഷ്കളങ്കതയാ. അല്ലേ? ശരിക്കും തോന്നില്ല? ചിന്നു തോന്നിയില്ലേ അങ്ങനെ? ചേട്ടന്റെ ആ പല്ല്, ആ കണ്ണ്, ചേട്ടന്റെ തല എല്ലാം ഒരു ഭയങ്കര ഒരു ഇന്നസെൻസ് എനിക്ക് ഭയങ്കരമായി ഫീൽ ചെയ്യുന്നുണ്ട്. മുതലെടുക്കുന്നില്ലേ? ചിലവരൊക്കെ എന്നെ കുറിച്ച് പറയുന്നത് ഭയങ്കര സൈക്കോ ലുക്കാന്നാണ്. അത് ഞാൻ വേണമെങ്കിൽ ആരാന്നുള്ളത് വേണമെങ്കിൽ അതാരാ അങ്ങനെ പറഞ്ഞേ? അത് ഞാൻ പറയില്ല, പക്ഷെ ഞാൻ ഭയങ്കര സൈക്കോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എനിക്കറിയില്ല, നമ്മള് നന്മയുടെ ഒരു പരിവേഷമായിട്ട് മാറാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒരു മാലാഖയാണ് ഞാനെന്ന് സങ്കല്പിക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയട്ടെ. അതായത് നമ്മൾ വിശേഷ സിനിമ പറയണ പോലെ എല്ലാവരോടും കല്യാണം കഴിഞ്ഞ് വിശേഷമായില്ലേ എന്ന് ചോദിക്കില്ലേ. അപ്പൊ ഞാനൊരു ഇന്റർവ്യൂവില് ഇങ്ങനെ ആ ഒരു കപ്പിളിന്റെ ഇന്റർവ്യൂവില് അവരോട് ചോദിച്ചു, നാട്ടുകാരൊക്കെ ചോദിക്കുന്നില്ലേ വിശേഷമൊക്കെ ആയില്ലേ എന്ന് ഞാനൊന്ന് ചോദിച്ചിരുന്നു. പിന്നെ ഒരു 5-6 മാസത്തേക്ക് എനിക്ക് എയറിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ലേ. അതായത് ഒന്നാമത് ഒരു അമ്മായി ചോദ്യമാണ്. ഞാൻ തിരിച്ചറിഞ്ഞായിരുന്നു. അപ്പൊ ഉടനടി എയറിൽ കയറും, യാതൊരു ഡൗട്ടും വേണ്ട. പിന്നെ ശീലമായ കാര്യമല്ലേ, ഈ ആഴ്ച എന്താന്ന് മാത്രമേ കാര്യമുള്ളൂ. മലയാളികൾക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിശേഷമായില്ലേ, കല്യാണം ആയില്ലേ എന്നൊക്കെ ഉള്ളത്. ഈ ചോദ്യങ്ങൾ ചിന്ന ഒരുപാട് കേൾക്കുന്നില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം കുറച്ച് നാള് നമ്മൾ ഈ ഒരു പരിസര സമയമാകുമ്പോഴത്തേനും കേട്ടു തുടങ്ങുമല്ലോ. അതുകൊണ്ട് ആൾക്കാരെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നടക്കും. പരിചയമുണ്ട്, എന്റെ സംസാരിക്കാൻ വരുമ്പോൾ തോന്നി അപ്പം ഞാൻ തിരിഞ്ഞു നടക്കും. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്നേ തുടങ്ങും. വീട്ടിലിടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അത് അമ്മയ്ക്ക് കോള് വരുമ്പം അമ്മ മിണ്ടാതിരിക്കായിരിക്കും, സ്വന്തം കാര്യം നോക്കിയിട്ട്. അപ്പൊ ഒരു കോള് വരും, മക്കളെ കെട്ടിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനെ ആ ചോദ്യം കാരണം അമ്മ ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ചോദിക്കും. എന്റെ കല്യാണം കഴിഞ്ഞൊരു 5 വർഷമായി. അപ്പം ഇങ്ങനെ എന്റെ അമ്മ ഇങ്ങനെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇതിൽ നടത്തുന്നത്. ആ സ്റ്റേജ് എത്തി. അതെ. അപ്പൊ എങ്ങനെയാ പറയണെന്ന് വെച്ചാൽ, ഇതിനൊക്കെ ഒരു പ്രായമുണ്ട് മകളെ, ആ പ്രായത്തിൽ ഇതൊക്കെ നടന്നില്ലെങ്കിൽ പിന്നെ നടക്കൂല എന്നൊക്കെ. അപ്പൊ ഞാൻ എന്താ ചെയ്യും, ഞാൻ നമ്മുടെ ദീപിക പതുക്കോളിനെയൊക്കെയാ കാണിച്ചു കൊടുക്കുന്നത്. നോക്കൂ, 38, 40, 42 സമയമുണ്ട് എന്ന്. ഇങ്ങനെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ടെൻഷനുകളോ സ്ട്രെസ്സുകളോ ഒക്കെ എപ്പോഴും കടന്നു പോയിട്ടുണ്ടോ? ഞാൻ ഇത്തരം സ്ട്രെസ്സുകളൊന്നും ഞാൻ എടുക്കാറില്ല. ഇല്ലല്ലേ? അതായത് ഈ പറഞ്ഞ പോലെ SLC കഴിയുമ്പോ തന്നെ ഏതെങ്കിലും ഒരുത്തം വന്ന് ആരെങ്കിലൊക്കെ വന്ന് നമ്മോട് ചോദിക്കും, ഇതെന്താ പരിപാടി, ഇതിനറിഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടല്ല, വെറുതെ ഒരു ചോദ്യമാണ്. അപ്പൊ ഈ ചോദ്യങ്ങൾ തീരൂല. അതിനൊക്കെ മറുപടി കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിറങ്ങിയെങ്കിൽ ഇത് അവസാനിക്കാത്തൊരു പരിപാടിയാണ്. ഞാനത് മൈൻഡ് ചെയ്യാറില്ല. ഞാൻ അത്തരത്തിലൊരു റിബലാണ്.
ആണല്ലേ? പക്ഷെ ചേട്ടൻ കണ്ടാ പറയില്ല കേട്ടോ അങ്ങനെ നിഷ്കളങ്കനാണല്ലോ. പക്ഷെ ചേട്ടനാണ് പൊടിമീശ വിളങ്ങനെ ആ പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടർ എന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. പലർക്കും പുതിയ അറിവായിരുന്നു. ആണല്ലേ? ഞാൻ ഇവിടെ റോട്ടിലോ അല്ലെങ്കിൽ എവിടെങ്കിലും പോയി നിന്ന് കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല എന്നെ ഒന്നും. അപ്പൊ ഇപ്പൊ ഈ അഭിനയൊക്കെ ആയിട്ട് പോസ്റ്ററിലൊക്കെ നമ്മൾ പടം വന്നു കഴിയുമ്പോഴാണ് കഴിഞ്ഞ ദിവസം റോട്ടിലൊക്കെ ഇറങ്ങി നിൽക്കുമ്പോ 2 ബൈക്കിൽ പോകുന്നവരൊക്കെ ഹായ് ഹലോ എത്ര കാലമായി കാത്തിരിക്കുന്ന ആരെങ്കിലും ഒന്ന് തിരിച്ചറിയാൻ. ആർക്കും അറിയാൻ പാടില്ല. ഇതിനെക്കാട്ടും കഷ്ടം എന്താ അറിയോ, എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ മ്യൂസിക് ചെയ്ത പടം വേറെ മ്യൂസിക് ഡയറക്ടർ ആണെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞുതരും. എന്നോട് പറഞ്ഞിട്ട് ഞാൻ എന്നാലും ഒരു പടം കണ്ടു പ്രേതം, ഗോപിസുന്ദർ നന്നായി മ്യൂസിക് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഈ സിനിമ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയെന്ന് ഞാൻ പറയട്ടെ. അതായത് നമുക്ക് ഈ മലയാളികൾക്കെന്നല്ല എല്ലാവർക്കും ഒരു നായക സങ്കല്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ 6 അടി പൊക്കം, പിന്നെ മറ്റേ വലിയ നെഞ്ചളവ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വേണമെന്ന് തോന്നി. പക്ഷെ ഇന്നലെ ഞാൻ ലുലുവിൽ പോയി ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ഈ നായകന് വേണ്ടി കൈയടിക്കുന്നുണ്ട് ഓഡിയൻസ്. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാകുമ്പോ ഇത് ഒന്നാമത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പൊ വീണ പറഞ്ഞ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സങ്കല്പങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ തിയേറ്ററിൽ വന്നിരിക്കുന്ന ആൾക്കാരിൽ പലരും ഈ പറഞ്ഞ ഉയരം ഇല്ലാത്തതും അല്ലെങ്കിൽ മുടിയില്ലാത്തതും പല്ലിന് വിടവുള്ളതും ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് പേര് നമ്മുടെ സാധാരണ ചുറ്റുവട്ടത്ത് ഉണ്ട്. അതിലൊരാള് പോലെയല്ലേ ഞാൻ ഇരിക്കുന്നേ. അപ്പൊ നമ്മൾ ഒരുത്തണ്ടാണ്ട് അവിടെ സ്ക്രീനിൽ നിൽക്കുന്നു എന്ന് പറയുന്നതിന്റെ ഒരു വികാരമായിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് സന്തോഷമുള്ള കാര്യം. വിശേഷ സിനിമ കണ്ടിട്ട് ചിന്നുന്റെ അമ്മ എന്താ പറഞ്ഞേ? അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൈഡിൽ കൂടെ മറ്റേ ഉപദേശം ഉണ്ടായില്ലേ? ഇല്ല, അത് ഭാഗ്യത്തിന് സിനിമയ്ക്ക് ശേഷം ഒരു ഉപദേശവും വന്നിട്ടില്ല. സിനിമ മാറ്റം ഉണ്ടാക്കിയതാണ്. എന്റെ മമ്മിയെയും കൂടെ സിനിമ കൊണ്ട് കാണിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ എന്റെ മമ്മി കൂൾ മമ്മിയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടെ കൂളാവുമല്ലോ. എന്റെ മമ്മി കൂൾ മമ്മിയാണ്. ഇന്റർവ്യൂ കൊണ്ട് കാണിച്ചു കൊടുക്കണം. ആനന്ദേട്ടൻ ഒരു പുതുമുഖ താരമാണെന്ന് എവിടെയും ഫീൽ കൊടുക്കാതെ എങ്ങനെ ചേട്ടാ, അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു വരയാണ്, ആ വരയുടെ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഓവറാവും. ചേട്ടൻ ഇങ്ങനെ കറക്റ്റ് ത്രൂ ഔട്ട് ആ വരയെ കൂടെ തന്നെ നടന്നു. സംവിധായക ബ്രില്യൻസ് ആണോ അതോ വേറെ ആരുടെയെങ്കിലും ബ്രില്യൻസ് ആണോ? അല്ല, അതില് സൂര്യചേട്ടന്റെ ഒരു വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട് ഞങ്ങളുടെ ഡയറക്ടറുടെ. വേറൊന്നുമല്ല, പുള്ളിയാണ് എന്നോട് നടനാവാൻ പറയുന്നത്. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ഇഷ്ടമുള്ള പരിപാടി ചെയ്ത്. കാരണം ഈ നടന് മാത്രം കിട്ടുന്ന കുറെ ഭാഗ്യങ്ങളുണ്ട്. എത്ര പേരാണെന്ന് അറിയുമ്പോൾ ഞാൻ അടക്കമുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഒരു സീനിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ചെയ്യുന്നത്. അപ്പോ അവർക്ക് ആർക്കും കിട്ടാത്തൊരു സാധനം എന്റെ കയ്യിൽ ഇതാ കൊണ്ടു തന്നതാണ് ഒരാൾ. ആ ഒരു വിശേഷം തരുവാണ്. അപ്പൊ അത് ഏറ്റവും നന്നായിട്ട് അങ്ങ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആകെയുള്ള പണി. ചേട്ടാ, ഈ സ്ക്രിപ്റ്റ് റൈറ്റർ ഇങ്ങനെയുള്ള ചില സട്ടിൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളില്ലേ അതിനകത്ത്, അതായത് ഫസ്റ്റ് നൈറ്റിൽ എങ്ങനെ പോകണം എന്നുള്ളത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് നൈറ്റിന്റെ 2 കാലുകൾ കാണിക്കുന്നു, പുറത്ത് പടക്കം പൊട്ടുന്നു, ഇതൊക്കെ ചേട്ടൻ എഴുതി വെച്ചിരുന്നതാണോ അതോ സംവിധായകന്റെ മനസ്സിലൂടെ ഉദിച്ച കാര്യം? അല്ലല്ല, അത് എഴുതി ഇരുന്നതാണ്. അതെന്ന് വെച്ചാൽ കുറെ എനിക്ക് ഈ മെറ്റഫർ പരിപാടി ഇഷ്ടമാണ്. അതായത് ഒരു കാര്യം വേർബലി പറയാതെ വേറെ രീതിയിൽ അതിനെ കാണിക്കാൻ പറ്റിയാൽ നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ആയി എന്നുള്ളത് ഭാഗ്യം. ദിലീഷ് ചേട്ടനെ 4 ഇടി കൊടുക്കാൻ കിട്ടിയത് നന്നായിട്ട് മുതലെടുത്തായിരുന്നു. പാവം ദിലീഷ് ചേട്ടൻ പക്ഷെ നല്ല രസമായിരുന്നു. അതെ, ഭയങ്കര അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു എനർജി ഉണ്ടല്ലോ. നമ്മളപ്പം ഇതൊക്കെ എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഉണ്ട്, നമ്മുടെ അഷ്റഫ് കുരുക്കളും ഉണ്ട്. അപ്പം ഇവർ രണ്ടുപേരും പ്രോപ്പറായിട്ട് ഇത് ചെയ്യുന്ന. അപ്പം ചില സ്ഥലത്തൊക്കെ തീർച്ചയായിട്ടും പറയും കുഴപ്പമില്ല, ഇടിച്ചോ അടിച്ചോ എങ്കിലൊക്കെ ഇത് അറിയുള്ളൂ മുഖത്തൊക്കെ ഇട്ട്. അതിന്റെ ഓപ്പോസിറ്റ് അന്ന് വൈകിട്ട് ഷൂട്ട് ചെയ്തു, എനിക്കിട്ട് കിട്ടി. രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ചിന്നു നന്നായിട്ട് അടിച്ചാലേ അറിയുള്ളൂ. അപ്പൊ ഞാൻ നല്ല ധൈര്യത്തിൽ കൊടുത്തു. പിന്നെ വൈകിട്ട് കിട്ടിയപ്പോഴാണ് ഓ ഇത്ര ഉണ്ടായിരുന്നു ഇല്ലേ അതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ആക്ച്വലി ദിലീഷ് ചേട്ടൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പം വേദനിച്ചില്ലല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. പക്ഷെ നന്നായി വേദനിച്ചത്. ഈ സെക്കൻഡ് മാരേജ് എന്ന് പറയുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര പേടി സ്വപ്നം. പ്രത്യേകിച്ച് ആദ്യത്തെ വിവാഹം പരാജയമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കല്യാണം കഴിക്കാനേ ഒരു ധൈര്യം ഇല്ലായ്മ എന്നുള്ളൊരവസ്ഥയാണ്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പിന്നീട് നമുക്ക് നമ്മുടെ സോൾമേറ്റ്സിനെ കണ്ടെത്താൻ സാധിക്കും, അല്ലെങ്കിൽ അത് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ ഇൻഡയറക്റ്റ് ആയിട്ട് ശ്രമിച്ചിട്ടുണ്ടോ സിനിമയിൽ? നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്നതാണെങ്കിലും അല്ല ലേറ്റർ കുഞ്ഞുണ്ടാവുന്നതാണെങ്കിൽ ഇതൊക്കെ അവനോട് ഇഷ്ടത്തിന് ചെയ്യുക. ആരും നിർബന്ധിച്ച് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ ആലോചിക്കാറുണ്ട്, ഒരാൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് വെക്കുക, അയാൾ പോയി വേറെ ആളെ ആരുടെയൊക്കെയോ നിർബന്ധം കാരണം കല്യാണം കഴിച്ചു നോക്കിയാൽ എന്തൊരു ദുരന്തമായിരിക്കും അറിയോ. അവനവനും സന്തോഷം ഉണ്ടാവില്ല, കൂടെ നിൽക്കുന്ന ആൾക്ക് സന്തോഷം ഉണ്ടാവില്ല. അതിനെക്കാട്ടും ഭേദം എപ്പോ താല്പര്യം തോന്നുന്നു അത്. ഇപ്പൊ ഒരു തവണ പോയി ഈ കല്യാണം ശരിയായില്ല എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ അയാളുടെ ഇഷ്ടങ്ങൾ തീർന്നു പോയിട്ടുണ്ടാവില്ല. അയാൾക്ക് അങ്ങനെയുള്ളൊരു
ഒരാൾ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതിലിപ്പോ തെറ്റൊന്നുമില്ലല്ലോ. ഒരിക്കലും ഇല്ല. സന്തോഷമായിട്ട് ജീവിക്കാനുള്ള പരിപാടി എന്താന്ന് മാത്രമേ നമ്മൾ ഈ പടത്തിൽ പറയുന്നുള്ളൂ. ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള നിലയിൽ ഏറ്റവും രസിച്ച് സന്തോഷിച്ച് എഴുതിയ സീൻ ഏതായിരിക്കും? ഞാൻ രസിച്ച് സന്തോഷിച്ച് കണ്ട സീൻ ഒരു പക്ഷേ ഫസ്റ്റ് നൈറ്റ് സീൻ ആയിരിക്കും. എവിടെയോ ചിന്നോ? എനിക്ക് തോന്നുന്നു ആ ഒരു മറ്റേ പുക മറവിന്നൊക്കെ ഇറങ്ങി വരുന്ന സാധനം ഉണ്ടല്ലോ, എൻട്രി അല്ലേ? എനിക്കത് മലയാള സിനിമയില് ഇങ്ങനൊരു എൻട്രി കിട്ടിയ നായിക ഉണ്ടാവില്ല. ചേട്ടൻ ഒരു മറ്റേ ഇക്വാലിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണോ? കഥ സിനിമ ആ ത്രൂ ഔട്ട് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ ഫീൽ ചെയ്തു. അതായത് ഭാര്യയെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താവ്. ചിലർക്ക് ചിലപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇത് എന്ത് ക്രിഞ്ചാണെന്ന് ചിലപ്പോ തോന്നിയേക്കാം. പക്ഷേ തോന്നിയോ? ഇല്ല, എനിക്ക് തോന്നിയില്ല, സത്യമായിട്ടില്ല. ഞാൻ ഇതിന്റെ മറ്റേതിന്റെ ആളാ. അല്ല, അത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് രീതിയിലും കറക്റ്റ് ആയിരിക്കണം. അതായത് പുരുഷൻ ഭയങ്കര ദ്രോഹിയായി മാറാനും പാടില്ല. അയാൾക്ക് ഈ പറഞ്ഞ പോലെ എന്താ അതിപ്രഭവാൻ ധീരോദാർത്ഥം എന്ന് പറഞ്ഞ പരിപാടി ഒന്നും ഇല്ലാതെ അയാളെ നമ്മൾ സാധാരണ ഉള്ളൊരു മനുഷ്യജീവിയാണല്ലോ, അതിന്റെ പരിഗണന അയാൾക്കും കൊടുക്കണം, സ്ത്രീക്കും കൊടുക്കണം. അതാ തത്തുല്യ അവസ്ഥയിൽ നിൽക്കുക എന്നുള്ള അത് ഉണ്ട്. അല്ല ചേട്ടാ, എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയി പോയ ചില എലമെന്റുകൾ എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു സ്ത്രീക്ക് പീരിയഡ്സ് ആവുക, അല്ലെങ്കിൽ ഇപ്പൊ കടന്നു പോകുന്ന പോലെ ഒരു കുട്ടിയെ മിസ്സാവുമ്പോ ഉണ്ടാവുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഇറിറ്റേറ്റിംഗ് ടു ദ കോർ ആയിരിക്കും. എല്ലാവരോടും ദേഷ്യം, എല്ലാത്തിനോടും ഭയങ്കര കലി, അങ്ങനത്തെ ആ സിറ്റുവേഷനൊക്കെ ചേട്ടന്റെ ലൈഫിൽ ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? അല്ലെ എങ്ങനെ അത്ര കൃത്യമായിട്ട് ഇങ്ങനെ എഴുതാൻ സാധിക്കുന്നത്? അത് അഭിനയിച്ച ആളാണെങ്കിൽ അത് ഗംഭീരമായിട്ട് അഭിനയിച്ചു തരുകയും ചെയ്തു. വല്ലപ്പോഴൊക്കെയാണ് വീണ നല്ലത് പറയാം. വളരെ നന്ദിയുണ്ട് വീണ. സാധാരണ വിളിച്ചു വരുത്തി അപമാനിച്ചു ഞാൻ പോവാ. അല്ല, എനിക്ക് സത്യമായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് ഞാൻ കണ്ട കാര്യം വെച്ചാൽ ഒരു സ്ത്രീയുടെ ലൈഫില് ഈ ഓരോ സ്ഥലത്തേക്ക് മാറുന്ന ആളാണ്. ഇപ്പൊ ഒരു കുട്ടി വരുമ്പോ പോലും ഈ പ്രഗ്നന്റ് ആകുമ്പോൾ ടേസ്റ്റ് ബഡ്സ് മാറും. എല്ലാം മാറ്റത്തിന്റെ ഇതായിട്ടാണ്. നമ്മള് സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട് ഹോർമോണിന്റെ കളിയല്ലേ എല്ലാം പറയുന്ന പോലെ ഇത്രയധികം ഹോർമോണിന്റെ കളിയുള്ള ഒരു ജീവജാലം വേറെ ഇല്ല. അപ്പൊ അത് ഭയങ്കര നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണത്. അത് തന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എവിടെന്നാ ചേട്ടൻ ഇതിന്റെയൊക്കെ ഒരു? ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ പണ്ട് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിട്ട്, എന്റെ അമ്മയെ കാണിക്കാൻ വേണ്ടിട്ട് ഇതായിട്ട് പോയിട്ട് ഞാൻ ഒരാളാണ്. അന്ന് ഞാൻ കോളേജൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള പ്രായം. ഞാൻ ഒറ്റ ആണെ ആ സ്പേസിലുള്ളൂ. ബാക്കി പലരും ഗർഭിണികളും ഇവരൊക്കെ പ്രാഗിയിട്ടാണ് ഇരിക്കുന്നത്. ഭർത്താക്കന്മാരെയാണ് പ്രാകുന്നത് ഇരുന്നിട്ട്. വന്നിട്ടില്ല, നിന്ന് നേരത്തിന് വന്നിട്ടില്ല, എന്താ ഇവർക്ക് എന്താ ഇപ്പം ഗർഭിണിയാവുക എന്ന് പറയുന്നത് പുതിയ ഇതുള്ള കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. പക്ഷെ നമ്മൾ പിന്നീട് ഇതിനകത്തേക്ക് മനസ്സിലാക്കുമ്പോൾ ഈവൻ ഈ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുടെ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ ഈ വല്ലാത്ത അവസ്ഥയാണ്. ഇതിനു വേണ്ടി മൽപ്പിടുത്തം നടത്തി ജീവിതം. എൻ്റെ അമ്മ ശരിക്കും ഇങ്ങനെയൊക്കെ ഒരു മിസ്കാരേജ് ഒക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഭർത്താവിന് എന്നെ ഇഷ്ടമല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീയുടെ മനസ്സിലുണ്ടാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ ചേട്ടൻ എങ്ങനെ എഴുതി വെച്ചു, അല്ലെങ്കിൽ ഇതൊക്കെ ആരാണ് പറഞ്ഞു തന്നതെന്ന് ഞാൻ മനസ്സിൽ ഓർത്തിരുന്നു. എനിക്ക് തോന്നുന്നത് തിരിച്ചും ഉണ്ടാവാം. അതായത് ഇപ്പൊ ഇതില് ഒരു പുരുഷന് പ്രശ്നം ഉണ്ടെന്ന് വെക്കാ, അപ്പോ അയാൾക്ക് ഈ കൺഫ്യൂഷൻ വരില്ലേ? ഇപ്പൊ ഒന്നാമത് ഈ ആണുങ്ങൾ ജീവിക്കുന്ന ആണത്തം എന്ന് പറഞ്ഞ സാധനത്തിന്റെ മുകളിൽ ആ സംഭവം ഇല്ലാന്ന് അറിയുന്ന നിമിഷം അയാളുടെ പരിപാടി തീരും. നമ്മൾ ഈ പടത്തിൽ പറയുന്ന പോലെ ഒരു പെണ്ണിട്ടിട്ട് പോയാൽ തീരാവുന്ന ആളൊക്കെ ഉള്ളൂ, താടി വളർത്തി ഇങ്ങനെ പാട്ടും പാടി നടക്കാന്ന് പറയുന്നില്ല. അത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിലും തുല്യത തന്നെയാണ് പറയണത്. അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും രണ്ടുപേരും സ്നേഹിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ആ സ്നേഹം പോരുന്നതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ അത് ഇത് കൊണ്ട് പോവോ എന്നുള്ള പേടിയാണ് ഈ എക്സ്പ്രസ് ചെയ്യുന്നത് മുഴുവൻ. അല്ലാതെ അതിലെനിക്ക് ആണും പെണ്ണെന്നുള്ളതൊന്നും തോന്നുന്നില്ല. അത് എല്ലാവർക്കും ഒന്ന് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് ചിലപ്പോൾ ഒരു ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ, ഈ സജിത ഇങ്ങനെ ആകണം, അല്ലെങ്കിൽ സജിതയ്ക്ക് ഈ ഇമോഷൻ ഇത്രയും മതി എന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും സ്വയം ഭയങ്കര കോൺഷ്യസ് ആയിട്ട് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്ത ഒരു സാധനം ഉണ്ടോ? വിശേഷം ശരിക്കും ഞാൻ എപ്പോഴും പറയും, എനിക്ക് 5 സിനിമകൾ ചെയ്യാനുള്ള പണി ഒരു സിനിമയിലുള്ള ഉണ്ടാക്കി തന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കകത്ത് എനിക്ക് ഒളിച്ചു നിൽക്കാനൊരു സ്ഥലമില്ല. അതുകൊണ്ടും ഇനി എനിക്ക് പണി മുന്നോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ വൃത്തിയായിട്ട് ചെയ്യണം. മാത്രമല്ല, ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള ഇതിനു മുമ്പ് ചെയ്ത 9 സിനിമകളിൽ കണ്ട സാധനം ഇതിനകത്ത് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ
എന്റെ പണി തീരും എന്നുള്ള ഒരു വ്യക്തമായ ബോധത്തോടു കൂടി ഞാൻ വന്നൊരു സിനിമയാണ് വിശേഷം. ഇനി അടുത്ത പടത്തിന് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഇതിലത്തെ ഒരു ഡയലോഗ് ഞാൻ ഭയങ്കരമായിട്ട് ഓർത്ത് വെച്ചിരുന്നു. അതായത് അച്ഛൻ അമ്മയെ സ്നേഹിക്കുന്നതിനേക്കാൾ 100 മടങ്ങ് ഞാൻ ഷിജുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അപ്പൊ അച്ഛനും അമ്മയും കൂടെ അവർ പരസ്പരം സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുന്നു. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ, ശരിയാണ്, 10, 25, 30 വർഷമായിട്ടൊക്കെ ജീവിക്കുന്നവര് ഇവർ പരസ്പരം അങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ പറയുന്നുണ്ടാവോ, ഒരു ഐ ലവ് യു എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടാവോ എന്നൊക്കെ ഞാൻ അപ്പൊ ഇരുന്ന് ആലോചിച്ചു. മീനൊക്കെ നമ്മുടെ പടം ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. സത്യമായിട്ട് എനിക്ക് ആത്മാർത്ഥമായിട്ട് കണ്ണില് കുറച്ച് കണ്ണുനീരൊക്കെ. സത്യമായിട്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു വീണയുടെ ഇന്റർവ്യൂ കുറച്ചെങ്കിലും സീരിയസ് ആവുന്നത് ഇപ്പോഴൊക്കെ. ഭയങ്കര ഡയലോഗുകളൊക്കെ എടുത്തു വെച്ച് ആ ഡയലോഗ് ഉണ്ടല്ലോ ചേട്ടാ അതെവിടെ കിട്ടി, ഈ ഡയലോഗ് ഉണ്ടല്ലോ ചേട്ടാ എവിടെ കിട്ടി. അല്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യം. കാരണം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ പ്രായമായ ആൾക്കാർക്ക് അവരുടെ ലൈഫ് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ നമ്മുടെ വീട്ടിൽ തന്നെ ചില അച്ഛനമ്മമാരും പ്രായമായി കഴിഞ്ഞാൽ അവരെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇവര് തമ്മിൽ വല്ല രീതിയിലും ബന്ധമുണ്ട്. വേണ്ട ലോകത്ത് എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നുണ്ട്. മുറിക്കകത്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കട്ടിൽ വരെ രണ്ടകത്തിട്ട് കിടന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ എന്താ എന്തുകൊണ്ട് എന്താണ് ഇങ്ങനെ ഒരു പരിപാടി എന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് ഇതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇങ്ങനെ അല്ലാത്ത ആൾക്കാരും ആവാലോ, ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഈ സിനിമയിൽ മൊത്തത്തിൽ നോക്കി കാണാം, നമ്മൾ എല്ലാം നല്ല എക്സാമ്പിൾസ് ആണ് പറയാൻ പരമാവധി ശ്രമിച്ചിട്ടുള്ളത്. അല്ല, ഇതിനകത്ത് ഈ ക്യാരക്ടേഴ്സ് ഓരോ ആൾക്കാരെ എവിടെന്ന ചേട്ടാ കണ്ടുപിടിച്ചത്? അതായത് എല്ലാവരും ഭയങ്കര പെർഫെക്ഷനിസ്റ്റുകള്, ആരും ഓവറാക്കുന്നില്ല, ആരും കുറയ്ക്കുന്നില്ല, എല്ലാവരെയും ഇങ്ങനെ നിങ്ങൾ പഠിപ്പിച്ച് നിർത്തിയ പോലെ ഇങ്ങനെയേ ചെയ്യാവുള്ളൂ, ഇനി അപ്പുറത്തേക്കും പോരുത് ഇപ്പുറത്തേക്കും, അങ്ങനെ എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ അത് കുറെയൊക്കെ സൂരജേട്ടന്റെ ഒരു മിടുക്കാണ്. അത് ഇപ്പോ ഈ ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളെ സിനിമയെ കുറിച്ച് പറയുന്ന ഒരു നല്ല അഭിപ്രായങ്ങളൊന്ന് കാസ്റ്റിംഗ് ആണ് സിനിമയുടെ. എല്ലാരെയും ഈ പറഞ്ഞ പോലെ കൃത്യമായ ആൾക്കാർ അവിടെ വന്ന് ചേർന്ന്. പാർവതി ചേച്ചി സ്ഥിരം മലയാള സിനിമയിലെ ഡോക്ടറാണ്. പക്ഷെ നമ്മുടെ ഡോക്ടർക്ക് അപ്പൊ ചേച്ചി ആദ്യം കഥ കേൾക്കുന്നതിന് പറഞ്ഞു, അയ്യോ ഡോക്ടർ ഞാൻ ഇല്ല ഈ പരിപാടിക്ക്, എല്ലാ പടത്തിലും എനിക്ക് ഡോക്ടറാണ്, ഞാൻ ഇല്ല പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഡോക്ടർ എന്താന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അതിനകത്തൊരു ഇതുണ്ടല്ലോ, അപ്പം അത് ഭയങ്കര പുതിയ കാര്യമായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോന്നെടുത്ത് ആലോചിച്ചിട്ട് തന്നെ നമ്മള് ചെയ്തത്. അത് ഏറ്റവും നന്നായിട്ട് വർക്കായി എന്നുള്ളത് നമുക്ക് സന്തോഷം. എന്റെ ചേട്ടാ ആ വീട്ടുപേര് എവിടെ നിന്ന് കിട്ടി ചേട്ടാ? തൂറ്റാംപ്ലാക്കൽ ഹൗസ് സൂരജേട്ടന്റെ സംഭാവനയാണ്. ഞങ്ങൾ കാലത്തിരുന്നിട്ട് സജിതയുടെ വീടിന്റെ പേര് ഉണ്ട്, തൊഴുത്തിൽ എന്നാണ് പേര്. അപ്പൊ തൊഴുത്തിൽ എന്നുള്ളത്. അപ്പൊ കാലത്ത് ഇയാളുടെ വീടിന് എന്ത് പേരിടാം എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ മറ്റേ വേലി ചാടി മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് പല പേരുകളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൂര്യയുടെ നമുക്ക് ഇങ്ങനെ ഇടാം, തൂറ്റാംപ്ലാക്കൽ ഹൗസ്. അയ്യേ എന്ത് നല്ലതല്ലേ തൂറ്റാംപ്ലാക്കൽ ഹൗസ്, ഷിജു ഭക്തൻ തൂറ്റാംപ്ലാക്കൽ ഹൗസ് തിരുവാങ്കുളം എന്ന് പറഞ്ഞാൽ അടിപൊളി, എല്ലാം തികഞ്ഞ് ഈ സിനിമ അഭിനയിച്ചു കഴിയുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഞാൻ കുറച്ച് ഓവറായോ എന്നുള്ള ഒരു ടെൻഷൻ ചിന്നുവിന് എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടോ? വീണയ്ക്ക് അങ്ങനെ തോന്നിയോ? ഇല്ല, സത്യം പറ. ഇവരിപ്പോ എന്നെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, ഇങ്ങനെ കരയുന്നത് പോലും ചില സിനിമകളിൽ കരച്ചിലെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് എന്തിനാണ് ഓവറാക്കി കൊള്ളാക്കാണല്ലോ എന്ന്. ഇത് കുറെ കരയുന്നുണ്ട് സജിത, എന്നാലും അത് എവിടെയും ഓവറാക്കുന്നേ ഇല്ല. എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കരച്ചിലൊക്കെ ശരിക്കും വന്നാണോ അതോ മറ്റേ ഗ്ലിസറിൻ ആയിരുന്നോ? രണ്ടും ഉണ്ട്. കരയാവും, ചില സമയത്തൊക്കെ കരഞ്ഞു. നമുക്ക് ചില സമയങ്ങളിൽ, കാരണം ഇത്രയും പേര് കാത്തു നിൽക്കുകയാണ് ഇതൊക്കെ മേടിച്ചത്, അപ്പം ഓൺ ദ സ്പോട്ട് ആക്ഷൻ പറയുമ്പോൾ ചില സമയത്ത് കണ്ണുനീരൊക്കെ ഒഴുകണമെങ്കിൽ ചില സമയത്ത് യു നീഡ് ഗ്ലിസറിൻ. വിശേഷ സിനിമ കണ്ടുപിടിയെ നമ്മളെല്ലാരും പറയില്ലേ എല്ലാ സ്ത്രീകളിലും ഒരു മദർഹുഡ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വികാരം എവിടെയൊക്കെയോ ഉണ്ടെന്ന്. ഞാൻ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് നടക്കാറുള്ള ഒരാളായിരുന്നു. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഞാൻ വരെ കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവണല്ലേ, അല്ലെങ്കിൽ കുട്ടി ഉണ്ടാവാൻ ഇത്രയ്ക്ക് പാടാണല്ലേ, ഇങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണർന്നു. അങ്ങനെ ശരിക്കും സജിതയുടെ മനസ്സിലൊന്ന് ചിന്നയുടെ മനസ്സിൽ കൂടെ പോയോ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും? ഒരു കുട്ടി വേണമെന്നോ? അല്ല, അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് മതി കേട്ടോ. എന്നാലും അങ്ങനെ ഈ ഒരു മാതൃത്വ ഫീലിങ്സിന് എന്തെങ്കിലും ഒന്ന് ഇളകിയോ? ഷോയിൽ എത്തിയിരിക്കുന്നു. മാതൃത്വം ഇളകിയോ? എന്റെ മാതൃത്വം അമ്മ ഇറങ്ങി വന്നിട്ട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മയോടുള്ള സ്നേഹം കുറച്ച് കൂടി, അങ്ങനെയൊക്കെ കുറച്ച്. എനിക്ക് എന്റെ മാതാവിനോടുള്ള സ്നേഹം കൂടി, അല്ലാതെ എനിക്ക് മാതാവാവണം എന്നുള്ള ഐഡിയ എല്ലാം ഉണ്ടായെന്നുള്ളതാണ് വ്യക്തമായിട്ട് പറയുന്നത്. ചേട്ടന്റെ മനസ്സിൽ
കൂടിയോ? എന്റെ ഉള്ളിൽ കൂടി അങ്ങനെയൊന്നും പോയിട്ടില്ല. ഞാൻ ഒന്നാമത്തെ കാര്യം ഇത് എഴുതി കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമുണ്ട്. എഴുതി കഴിഞ്ഞ ഇതിപ്പോ അഭിനയിക്കാൻ പൊതുവെ എനിക്ക് നറേറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ നന്നായി കഥ പറയും. പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഈ പരിപാടി തീരും. എനിക്ക് പിന്നെ ഈ കഥാപാത്രങ്ങളായിട്ട് ഞാൻ യാതൊരുവിധ ബന്ധവും പുലർത്തില്ല. ഇനി ഞാൻ പറയായിരുന്നു, എനിക്ക് ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം ഈ സിനിമ കുറച്ച് നാളുകൾ നമ്മുടെ തിയേറ്ററുകളിൽ നന്നായി ഓടി നിന്നിട്ട് ഒരു നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല 50 ദിവസം 100 ദിവസമൊക്കെ ഓടുക എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഓടി നിന്ന് ഏറ്റവും അവസാനത്തെ തിയേറ്ററിൽ നിന്ന് ഏറ്റവും അവസാനത്തെ ഷോ ഞാൻ പോയിരുന്ന് കാണും. ചിലപ്പോൾ ഒരു പക്ഷെ അപ്പോഴായിരിക്കും എനിക്ക് ആ വികാരങ്ങളെല്ലാം എൻ്റെ ഉള്ളിലേക്ക് വരിക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഈ വിശേഷ സിനിമ ഞാൻ വെറുതെ പുകഴ്ത്താൻ വേണ്ടി പറയുന്നതല്ല, ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഭയങ്കര സന്തോഷിച്ച് കണ്ട സിനിമ. എനിക്ക് ആകെ തോന്നിയ ഒരു പോരായ്മ സെക്കൻഡ് ഹാഫിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ ഉള്ളിൻ്റെ ഉള്ളിൽ സിംഗിൾ പസംഗ എവിടേക്കോ കിടക്കുന്നതുകൊണ്ടായിരിക്കാം സെക്കൻഡ് ഹാഫിൽ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഡ്യൂറേഷൻ കുറച്ചാലോ എന്ന് എൻ്റെ ഉള്ളിൽ തോന്നിയിരുന്നു. ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കുറേ തവണ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോഴത്തേക്കും ഉള്ളിൽ ടെൻഷൻ വരുന്നത് കൊണ്ടും കൂടെ ആയിരിക്കാം. പക്ഷെ നമ്മുടെ സിനിമയില് അതാണ് അതിന്റെ ഒരു രസമുള്ള ഭാഗം. അതായത് ഒരു സൈഡ് ഓഫ് ആൾക്കാർക്ക് ഇപ്പൊ വീണ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ അപ്പുറത്തെ ഒരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിട്ട് പോയ ആൾക്കാരും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു മാതൃത്വം കുറച്ച് ആഗ്രഹിക്കുന്ന ആൾക്കാർ ആഗ്രഹിച്ച ആൾക്കാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. ഞങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് അതിഭീകര അനുഭവങ്ങളായിരുന്നു. തിയേറ്റർ വിസിറ്റിന് പോകുമല്ലോ നമ്മള്. അപ്പൊ ഞങ്ങൾ ചെന്ന് കയറി പറഞ്ഞ ആ ഷോ ഏകദേശം ഹൗസ്ഫുൾ ആയിരുന്നു ഓൾമോസ്റ്റ്. നമ്മൾ കയറി ചെന്ന് പറഞ്ഞ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മ ഞങ്ങളെ കണ്ടുറഞ്ഞ് എഴുന്നേറ്റ് കൈ കൂപ്പി കരഞ്ഞിട്ട് അവരുടെ കൊച്ചിനെ എടുത്ത് കാണിച്ചു തന്നിട്ട് ഇത് ഞങ്ങളുടെ അത്ഭുതമാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആസ് എ എഴുതിയ ആളായാലും അഭിനയിച്ച ആളെന്നുള്ള രീതിയിലും എന്റെ ജീവിതത്തിൽ ഞാൻ ഈ അമ്മയുടെ മുഖം മറക്കൂല. നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ആ വണ്ടർ വുമണും സൂപ്പർമാനും വലിയ വലിയ അത്ഭുതങ്ങളും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. വിശേഷം എനിക്കൊരു നല്ല വിശേഷമായിരുന്നു. കാണുന്നവർക്കും അങ്ങനെ ഒരു നല്ല വിശേഷമായിട്ട് തീർച്ചയായിട്ടും അതിനകത്ത് അതിനുള്ള എല്ലാ പാക്കേജും അതെ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഭയങ്കരമായിട്ടുള്ള നിങ്ങളുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു സിനിമ അല്ലേ? സത്യമായിട്ട് പറയുന്നത് കേട്ടോ, സത്യമാണ്. ഓവറായിട്ട് സത്യം പറയുമ്പോഴാണ് എനിക്ക് അല്ല, വീണയിൽ നിന്നും ഇത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ ആരും. പക്ഷെ നല്ല സിനിമകൾ ഞാൻ എപ്പോഴും നല്ലതാണെന്ന് പറയും. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. നല്ല നല്ല സിനിമകൾ ഇനിയും നിങ്ങളെ തേടിയെത്തട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.